പണ്ടൊരിക്കൽ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഇയാളുടെ ബോസ് എപ്പോഴും പറയുമായിരുന്നു, കുറച്ച് സംസാരിക്കുക, കൂടുതൽ ജോലി ചെയ്യുക. അതുപോലെ എപ്പോഴും ഫാക്ടറിയെ ബേസ് ചെയ്തിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ 10 വർഷത്തിന് ശേഷം ഈ ബോസ് റിട്ടയർഡായി. ഈ ചെറുപ്പക്കാരൻ ആദ്യത്തെ അതേ ആത്മാർത്ഥതയിൽ തൻ്റെ ബോസ് പറഞ്ഞു തന്ന രീതിയിൽ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ തൻ്റെ ബോസിനെ കാണാൻ പോയി. അപ്പോൾ ഈ ബോസ് നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ ബോസ് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഇത്രയും കാലം ബോസ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കറിയാം, ഞാൻ നന്നായി ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ പുതിയ സ്കിൽസൊക്കെ പഠിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, എൻ്റെ അത്ര പോലും കഴിവില്ലാത്ത, എൻ്റെ അത്ര പോലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരുപാട് ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടിപ്പോകുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും ആ പഴയ പൊസിഷനിൽ തന്നെയാണ്. ഇത് കേട്ട ബോസ് കുറച്ചു നേരം ചിന്തിച്ചിരുന്നു. എന്നിട്ട് ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഒരു ലീവ് എടുക്കുക. നീ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ സമയമായിരിക്കണം. ഇത് കേട്ടപ്പോൾ ചെറുപ്പക്കാരന് ഒന്ന് സർപ്രൈസ്ഡായി. പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചപ്പോൾ അതിലെന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. എന്നിട്ട് ഒരു ദിവസം ലീവ് എടുത്തു. അതിൻ്റെ പിറ്റേന്ന് ഫാക്ടറിയിൽ ചെന്നപ്പോൾ ഫാക്ടറിയുടെ മാനേജർ ഈ ചെറുപ്പക്കാരനെ വിളിച്ച്, നീ ഇല്ലാതെ ഇരുന്നത് കൊണ്ട് ഫാക്ടറിയിലെ കാര്യങ്ങളൊന്നും നടന്നില്ല. മറ്റുള്ള ജോലിക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അവർക്കാണെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യണം പോലും അറിയുന്നില്ല. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ മാനേജർ അയാൾക്ക് പ്രൊമോഷൻ കൊടുത്തു, സീനിയർ ടെക്നീഷ്യനാക്കി. ഈ ചെറുപ്പക്കാരന് സന്തോഷമായി. അയാൾ വിചാരിച്ചു, ഇതാണ് വിജയത്തിൻ്റെ രഹസ്യമെന്ന്. പിന്നീട് ഇയാൾ അർഹതപ്പെട്ട കൂലി കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ പെട്ടെന്നൊരു ദിവസം ലീവ് എടുക്കും. പിറ്റേ ദിവസം വരുമ്പോൾ സിറ്റുവേഷൻ മെച്ചപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ ഈ ഒരു പാറ്റേൺ മാസങ്ങളോളം കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അയാൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തു ചെയ്യണമെന്നറിയാതെ ഇയാൾ തൻ്റെ ബോസിനെ കാണാൻ പോയി. ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഇയാൾ ബോസിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്? ബോസ് പറഞ്ഞതുപോലെയല്ലേ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്? അപ്പോൾ ബോസ് പറഞ്ഞു, ശരിക്കും നീ ഞാൻ പറഞ്ഞതുപോലെയല്ല ചെയ്തത്. കാരണം നീ പകുതി മാത്രമേ കേട്ടിരുന്നുള്ളൂ. നമുക്കറിയാം, എപ്പോഴും ഓണായിരിക്കുന്ന ബൾബിനെ ആരും അങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുക്കില്ല. പക്ഷെ പെട്ടെന്ന് അതങ്ങ് ഓഫായാലോ, എല്ലാവർക്കും അതിൻ്റെ വാല്യൂ മനസ്സിലാവും. രണ്ടാമത്തെ പകുതി കേൾക്കാതെ നീ പ്രിൻസിപ്പൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ഇനി രണ്ടാമത്തെ പകുതി ബോസ് പതുക്കെ പറഞ്ഞു തുടങ്ങി. ആദ്യത്തെ പകുതിയേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തെ പകുതി. ഒരു ബൾബ് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്താൽ താമസിയാതെ ആ ബൾബിനെ ഒഴിവാക്കുകയും വേറെ നല്ല ബൾബ് വാങ്ങിച്ചിടുകയും ചെയ്യും. നിന്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇതുതന്നെയാണ്. നമ്മുടെ ജീവിതവും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് ഫ്രണ്ട്സും റിലേറ്റീവ്സും പാരൻസും ഒക്കെ ഉണ്ടാകും. പക്ഷെ അപ്പോഴൊന്നും അവരുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവില്ല. പിന്നീടൊരു ദിവസം അവരിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ വിട്ടുപോകുമ്പോഴായിരിക്കും അവർ നമ്മുടെ എത്രമാത്രം പ്രിയപ്പെട്ടവരാണെന്ന് മനസ്സിലാവുക. അതുപോലെ എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകണമെന്നില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കുക. ജീവിതം നിങ്ങൾക്ക് അർഹതപ്പെട്ട റിവാർഡ്സ് ഉറപ്പായും തന്നിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.